ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഭദ്രകാളിയാണെങ്കിലും ശാന്തസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്. ദാരിക നിഗ്രഹത്തിനായിട്ട് അവതരിച്ച് അവതാര ഉദ്ദേശം പൂർത്തിയായിട്ടും തൻ്റെ കലി അടങ്ങാതെ വന്നപ്പോൾ ദേവന്മാരെല്ലാം ആശങ്കപ്പെട്ട് മഹാദേവനോട് ദേവിയുടെ കലി ശമിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ മഹാദേവൻ മാർഗതടസ്സം സൃഷ്ടിച്ച് ദേവിയുടെ സ്പർശമുണ്ടായി ആ കലി ഇറങ്ങി ഭദ്രകാളി പ്രസന്നവതയായിട്ട് സന്തോഷവതിയായിട്ട് 21 തോഴിമാരുമായിട്ട് ഇരിക്കുന്ന ഒരു ഭാവത്തിലാണിവിടെ. അതായത് നല്ല മൂഡിൽ ഇരിക്കുന്ന. അപ്പം ഭക്തജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു. ഇവിടാണ് പ്രശസ്തമായ ജഡ്ജിയമ്മാവൻ കോവിൽ ഉള്ളത്. കേസ് സംബന്ധമായിട്ടും വിദ്യ, വ്യവഹാരം, ഉദ്യോഗം ഇതിനായിട്ടൊക്കെ ദേവിയെ വന്ന് പ്രാർത്ഥിച്ച് ജഡ്ജിയമ്മാവനെ അടനിവേദ്യവും നടത്തിയാൽ ആ കാര്യം സാധിക്കുന്നതായിട്ട് പലരും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പലർക്കും അനുഭവമുണ്ട്. ഇത് വഞ്ഞിപ്പുഴ മഠം എന്ന ഒരു രാജകുടുംബത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഒരു വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡ് രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും തുടർന്ന് ദേവസ്വത്തിൻ്റെ ഭരണം നടക്കുകയും ചെയ്യുന്നു. ഈ ക്ഷേത്ര നിർമ്മിതിക്ക് ഉദ്ദേശം 2000-ഓളം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ആ ക്ഷേത്രത്തിൻ്റെ സാധാരണ ചുറ്റമ്പലത്തിന് തടിയുടെ അഴികളും അവിടുത്തെ ബ്രാസിൻ്റെ വിളക്കുമാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിലെ ചുറ്റുവിളക്ക് കല്ലിൽ തന്നെ കൊത്തിയെടുത്ത ചുറ്റുവിളക്കാണ്. വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണത്.